അസീമും ജയകൃഷ്ണനൊക്കെ എണീച്ച് റെഡിയാവണം. നമ്മളിന്ന് എങ്ങോട്ടോ പോകുന്നുണ്ട്. ബിബിനെ സ്ഥലത്തിൻ്റെ പേര് ഗായ്സ്. ഇതാണ് ബിബിൻ, ഇതാണ് ബിബിൻ്റെ അമ്മ. ഹായ് അണി, ഹായ് അണി. തിരിച്ച് ഓട്ടോ വിളിച്ച് വരാളിയേ, അല്ല തിരിച്ച് ഓട്ടോ വിളിച്ച് വരാനുള്ള ദൂരം ഉണ്ടെങ്കിൽ ഓട്ടോ വിളിച്ച് വരും. കണ്ട ഇവിടുത്തെ ഈ ഏരിയയിൽ വീടുകളൊക്കെ ഇങ്ങനെയാണ്. കണ്ട ഈ സൈഡിൽ ഇങ്ങനെ വഴി. ആദ്യത്തെ അടി മേടിക്കാനുള്ള നല്ല തോന്നുന്നു. അടി കൊണ്ട് കല്യാണത്തണ്ടിൽ പോകുന്ന വഴിയാണ് ഗൈസ് ഇത്. പള്ളിയാ ഗൈസ്, ഇത് പള്ളിയാണ് ഗൈസ്. ഇത് കണ്ട ആ മല നോക്ക്, അടിപൊളിയില്ല. കണ്ട ഇതാണ് കയറ്റം. പിന്നെ ചേട്ടൻ ഇപ്പോഴേ ഉയർത്ത് ഓടിക്കോ. സ്മെല്ല് നോക്കളിയാ. ആ കയറ്റം എല്ലാം കയറി ഇവിടെ വന്നപ്പോ അടുത്ത കയറ്റം. ഈ വീട് ഇരിക്കണൊക്കെയാണ് തുഞ്ചത്ത് ഇടിഞ്ഞു വീണത്. ആ അയ്യോ വേഗം സെറ്റ് കേട്ടാ, അടിപൊളി. മേളിലേക്ക് പോകും തോറും കാഴ്ചകളുടെ സൗന്ദര്യം കൂടും. അച്ഛന്മാരാടാ, യൂത്തന്മാരാടാ. ആ നമ്മൾ താഴെ നിന്ന് കണ്ട മല കുറച്ചുകൂടെ വിസിബിളായി ഗൈസ്. ഇവിടെ എത്തിയപ്പോൾ നോക്ക്, അമ്പോ ആകാശം നോക്ക്, അടിപൊളി. ആകാശത്തിൻ്റെ ഒരു നമ്മളെത്തി കല്യാണത്തണ്ടിൽ. ഇതല്ലേ കല്യാണത്തണ്ട്? കല്യാണത്തണ്ടിൻ്റെ ഫസ്റ്റ് വ്യൂ ഇവിടെ നിന്നാണ് ഗൈസ്. അത് കാണിച്ചു തരാം, അങ്ങനെ കാണിച്ചു തരും ഞാൻ, അതും കാണിച്ചു തരും. വയ്യാ, വെയിലായി കേട്ടോ. ചൂടില്ലെങ്കിലും ചെറിയ വെയിലുണ്ട്. അവിടെ അമ്പലമാണോ? ഓ അമ്പലത്തിൻ്റെ ആർച്ചാണ് ഇത് അവിടെ ഉള്ളത്. ഇതാ അവിടെ അമ്പലത്തിൻ്റെ ആർച്ചുണ്ട്. സുഭാഷേ, അടുത്ത മല ഇവിടുന്ന് ഇനി അടുത്ത പോകുന്ന മല ദോ അതാണ് ഗൈസ്. നിങ്ങളത് കാണുന്നുണ്ടോ? ജയകൃഷ്ണൻ മുമ്പേ പോകുന്നതായിരിക്കും. ഇല്ല, നീ അവിടെ നിന്നും കാണും. കട്ടപ്പന ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടെ കയറണം. ആ നമ്മൾ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇടുക്കി ഡാമിന്റെ റിസർവേഷനാ, എന്താ റിസർവയർ. ഇതോ ഇടുക്കി ഡാമിന്റെ. അല്ല അങ്ങോട്ട് എന്നെ കാണിച്ചു തരാം. അഞ്ചുരുളിയാ, അഞ്ചുരുളി നോക്കൂ ഗൈസ്, ഉണ്ടോ? അതിന്റെ മേളിൽ നിന്ന് കാണാൻ പറ്റോടാ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഇപ്പം നല്ല കാഴ്ച കിട്ടും. എന്തിനാണ് ഇവിടെ നിന്ന് നമ്മൾ ഏതാ നമ്മൾ അതിലെയാണ് ഗൈസ് വന്നത് ഇന്നലെ രാത്രി. കിടു 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 എന്നും പറഞ്ഞു. എന്താ കണ്ട ഡാമിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് മേളിൽ ഇതാ ആ മലയിൽ പോയിന്നാൽ അവിടെ നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ സ്ഥലമാണ്. ഈ സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ കാണണം. കാഞ്ചിയാടാ
ആ അതാണ് ബസ് സെക്കൻഡ് ഇട്ട് വലിഞ്ഞു പോകും. കൊള്ളാം കേട്ടോ. രാത്രി വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റില്ല. എവിടെ? ആ റോഡ് വന്ന് അവിടെ ഒരു റോഡുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് കാണാൻ പറ്റൂലേ. ഇതോ അവിടെ ഒരു റോഡാണ്. എൻ്റെ കൈ ഇരിക്കുന്ന കറക്റ്റ് ഇതാ ഇവിടെ, അത് റോഡാണ്. അതുവഴിയാണ് നമ്മൾ ഇന്നലെ വന്നത്. അവിടെ ഉള്ളതുപോലെ തന്നെ കണ്ടോ, ഇവിടെയും ബിയർ കുടിച്ചിട്ട് കുപ്പി പൊട്ടിച്ചിടുന്ന ഒരു സമ്പ്രദായം ഉണ്ട്, കണ്ടുവരുന്നുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ആ മല കയറാം. ദേ ആ മല കിടപ്പിലായി ഗായ്സ്. നമ്മൾ ഈ ഭാഗത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് ഈ മലയിൽ കയറാം. അതാണ് ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്ത് പോയിട്ട് അവിടെ കണ്ടിട്ട് നമുക്ക് ഈ മല കയറാം, അല്ലെങ്കിൽ നമ്മൾ തളരും. ആ നല്ല കാറ്റ്, മുട്ട തലയെ കുറച്ച് കാറ്റുള്ളത്. ഇവിടെ വെയിലായി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ, അതാണ് വേറൊരു കാര്യം. ഇതാണ് ഇവിടുത്തെ അമ്പലം. പക്ഷെ അമ്പലം പണിയേ ഉള്ളു, അത് ഇവിടെ മുമ്പ് അമ്പലം ഉണ്ടായിരുന്നു. ഓ പൊളിച്ച് പണിയുന്നു ഗൈസ്. അവിടെ അല്ലടാ ഇവിടെ. അമ്പോ ഗായ്സ്, ഗായ്സ് ഞാൻ കാണിച്ചു തരാം ഗായ്സ്. എനിക്ക് നിങ്ങളെ കാണിച്ച് തന്നോളാം വയ്യ. അമ്മേ നോക്കൂ ഗൈസ്, ഡാമിൻ്റെ ഒരു എന്തരളിയാ, അഞ്ചുരുളിയാ. ഇതാണ് അഞ്ചുരുളി. എങ്ങനെയുണ്ട്? നമ്മൾ കയറാൻ പോണ മല താണ്ട ഇത്. ഇവിടുന്ന് താഴെ കാണുന്ന അഞ്ചുരുളി. ഞാനിവിടെ നിൽക്കുന്നത് ഈ സാധനത്തിൻ്റെ മണ്ടേ. കൊള്ളാം, വന്നത് എന്തായാലും വെറുതെ ആയില്ല ഗൈസ്, നല്ല കാഴ്ച കിട്ടി. ഇനിയിപ്പോൾ ആ മല കൂടി കാണണം. ആ മല അയ്യോ, ഈ ഒരു ഏരിയ ഫുള്ള് കാണാൻ കേട്ടാ. നമ്മൾ വന്ന വഴിയാണിത്. ഇതവിടെ റോഡാണ്, അറിയാം. അത് റോഡാണ്. ഇത് റോഡാണ്. ഇവിടെ നിന്ന് കൊള്ളാം കേട്ടോ കാണാൻ. തിട്ടയായിട്ട് കിടക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ തിട്ടയായിട്ടാണ് കിടക്കുന്നത്. അവിടെ സേവ് ദ ഡേറ്റ്. അവൻ സൂര്യനെ കൈ തൊഴുന്നു. ബാക്കിൽ ഫോട്ടോഷൂട്ട്. ഇവിടെ കുറച്ച് നേരപ്പല്ലറ. എടാ എവിടെ പൂഞ്ചറ എവിടെയാണ്? ഞാൻ അമ്മ പറഞ്ഞല്ലോ ഇവിടെയാണെന്ന്. അമ്മ പോയിട്ടുണ്ടെന്നും പറഞ്ഞു. എന്നെ ചെറുപ്പത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും പറഞ്ഞു. അല്ല സത്യമായിട്ട്, സീരിയസ് ആയിട്ട്. അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല വീഴ പൂഞ്ചിറ. ഞാൻ ചെറുതായിരുന്നല്ലോ. എവനാണ് പറഞ്ഞ ഞാൻ പോയിട്ടില്ലാന്ന്. മമ്മി കാണ്, എവനാണ് പറഞ്ഞ എന്നെ കൊണ്ടുപോയിട്ടില്ല. അയ്യോ സെറ്റ് എന്റെ മോനെ. ഓ പുളി. അതുകൊണ്ടാണ് അഞ്ചുരുളി എന്ന് പറയുന്നത്. എന്ത്? അതായത് ഇതുപോലെ 5 തുരുത്തുണ്ടാവും. 5 ഉരുളി കമത്തി വെച്ച പോലെ ആയിരിക്കും മണ്ടേ നോക്കുമ്പോൾ ഉള്ള വ്യൂ. ഓ സെറ്റ് കേട്ടോ. അത് നമ്മ കണ്ട ആ മലയെന്ന് നോക്കിയ കുറച്ചുകൂടെ സെറ്റായിട്ട് കാണാൻ പറ്റും. അവിടെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ താണ്ട് ഇവിടെ സേവ് ദ ഡേറ്റ് ആണ് ഗൈസ്. പൊളി ഗൈസ്. ഒരു കുരിശ് ബാക്കിലല്ല കുരിശ് ബാക്കിലല്ല, ഫ്രണ്ടില് കുരിശ് കണ്ട. ഈ ഒരു ഏരിയ ഫുള്ള് കാണാൻ കേട്ടോ അവിടെ നിന്ന്. ഇങ്ങനെ ഏതാ
അതാണ് കട്ടപ്പന. ആ കുന്നല്ല, ദാ ഈ ഭാഗം കട്ടപ്പനയാണ്. ഈ ഭാഗം കട്ടപ്പനയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും. ഓ, നടന്ന് ഇതുവരെ ഒന്ന് വെറുതെ ആയില്ലടാ ജയകൃഷ്ണ. നോക്കടാ ഫോണിൽ നോക്കാം, അങ്ങോട്ട് നോക്കടാ. കട്ടപ്പനയാണ് ഗൈസ്, അതാണ് കട്ടപ്പന. ഗൈസ് ഇന്ന് നമുക്ക് ആ വലിയ മലയിൽ കയറാം ഗൈസ്. നമുക്കിനി വലിയ മലയിൽ കയറാം, അതാണ് അടുത്ത ടാസ്ക്. വലിയ സീനില്ലെന്ന് തോന്നുന്നു, കയറി പോവാ. അവിടെ കയറിയാലും നമുക്ക് അത് സെറ്റായിട്ട് കാണാൻ പറ്റും. അയ്യോ, ഈ കാ കണ്ടോ ഗൈസ്? കണ്ടിത് ഇത് വെച്ചിട്ട് മാല ഉണ്ടാക്കും. ഇതിൻ്റെ അകത്ത് ഈ കുരുവല്ലേ, ഇത് വെച്ച് മാല ഉണ്ടാക്കും. അറിയാമോ നിങ്ങൾക്ക്? ഇതൊക്കെ പുതിയ അറിവാണ് കേട്ടോ. ഇത് രുദ്രാക്ഷമല്ല, ഇത് വേറൊരു ടൈപ്പ് വേണ്ട, ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇത് വെച്ചിട്ട് മാല ഉണ്ടാക്കും, മാല. ഓക്കെ, അടുത്ത 3 വർഷം കഴിഞ്ഞ്. നേരത്തെ 1 വർഷമായിരുന്നല്ലേ? നേരത്തെ 1 വർഷമായിരുന്നല്ലോ, ഇപ്പൊ എന്താ 3 ആയത്? 2 വർഷം കൂടി. ബഡ്ജറ്റ് ഗായ്സ്, നമ്മള് നേരത്തെ കാണിച്ചു തന്ന ആ മലയിലോട്ട് കയറുന്ന വഴിയാണ്. ഓഫ് റോഡ്. നമ്മളെ വണ്ടി ഇല്ലാത്തോണ്ട് നമ്മള് കാല് വെച്ച് ഓഫ് റോഡ് അടിക്കും. ഇവിടെ നമ്മള് താഴെ കുഴിയാണ്, പോയാൽ സുഖമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇത് നോക്ക്, ഇവിടെ മേളിലോട്ട് പോകുന്ന തോറും നല്ല നല്ല കാഴ്ച കിട്ടും കേട്ടാ. ഇവിടെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറി. എടാ, ഈ നിക്കറ് എവിടെ? ജേഷന്റെ മുതുവൊക്കെ നോക്കണ, വിയർത്ത് കുളിച്ചൊരു പരുവായി. നനഞ്ഞ് കൊവുന്നു. നമ്മളെത്രക്കായില്ല കളിയാ ഗൈസ്. ഇത് ഓഫ് റോഡാണ്. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിൽ, ഇവിടെ ഉള്ളവർക്ക് ഇവിടെ അറിയാമായിരിക്കുമല്ലോ, ഇവിടെ ഇല്ലാത്തവരാണെങ്കിൽ വന്നാൽ സ്വന്തം വണ്ടിയും കൊണ്ടുവന്നാൽ ഓഫ് റോഡ് അടിക്കാം. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. ഇപ്പൊ വെയിലിന് ചൂടായി തുടങ്ങി കേട്ടോ. വെയിലിറങ്ങുന്ന പോകുമ്പോൾ താഴെ പോണം. ഇവിടെ മഴയായി കഴിയുമ്പോ ഇവിടെ പുഴയായിരിക്കും കേട്ടോ. നല്ല ഓഫ് റോഡാണ് ഗൈസ്. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ ഓഫ് റോഡ് അടിക്കാം. സ്ഥലത്തിൻ്റെ പേര് എന്തിനാ? കല്യാണത്തണ്ട് ഗൈസ്, നോട്ട് ചെയ്ത് വെച്ചോ. കല്യാണത്തണ്ട്. എന്തിനാ മല ദൂരോട്ട് പോണ് ഗൈസ്? മല എത്തിന്ന് പറഞ്ഞാണ് വന്നത്. മല അവിടെ കിടക്കണ്, മല ദൂരോട്ട് പോണ്. മല ദൂരോട്ട് പോണു. എന്തൊരു പണി? ഇതാണ് ഇല്യൂഷൻ. ഗൈസ്, ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ ഇടരുത്. ഇവിടെ ഉള്ളവർ തന്നെ മറ്റേ ബിയറിൻ്റെ ബോട്ടിലൊക്കെ പൊട്ടിച്ച് ഇവിടെ ഇട്ടേക്കുന്നത് തെറ്റാണ്. നമ്മൾ വാങ്ങിയ സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, നമ്മൾ കളഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പറയരുത്. മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടരുത്. നല്ല സ്ഥലമാണ്. ആ ഒരു ബ്യൂട്ടി എല്ലാവരും നമ്മളെ ഇവിടെ നോക്കിയ മല ഇവിടെ ആയിട്ട് കണ്ടടാ. ഇപ്പൊ ദോ മല അങ്ങ് കിടക്കണം. ഇവിടെ എല്ലാം ഇങ്ങനെ ഈ കുരിശുണ്ട് ഗൈസ്. ഇതാ ഇവിടെ കുരിശുണ്ട്, ഇതോ മേളിലുണ്ട്, അതിൻ്റെ മേളിൽ ആ വൈറ്റ് കാണണം അവിടെ ഉണ്ട്. എന്തിനാണ് കുരിശ് അങ്ങനെ വെച്ചാണ്? ആ ഓ ഗൈസ്, സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഇവിടെ ഓഫ് റോഡിന് പറഞ്ഞവർ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ അല്ലാത്തവർ, എൻ്റെ വീഡിയോ കാണുന്നവർ വണ്ടിയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക്
സ്വന്തം ടാസ്കിൽ വരിക. അതാണ് ശരി. വരുമ്പോൾ സ്വന്തം റിസ്കിൽ വരിക. നല്ല സെറ്റ് ഓഫ് റോഡ് കിട്ടും. ബൈക്കിൽ ഓഫ് റോഡിൽ ബൈക്കിൽ വരുന്നവരും സെറ്റായിരിക്കും. ഹിമാലയ എടുത്തോണ്ട് ഓ അടിപൊളിയാണ്. പിന്നെ മഴയത്ത് 10,000-5,000 കയ്യിൽ വെച്ചേക്കണം പോളിഷ് ചെയ്യാൻ. പിന്നെ മാക്സിമം നല്ല മഴയുള്ള സമയത്തൊന്നും വരല്ലേ, പണി പാളും. എന്നാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടിട്ട് ഇതുവഴി ഫുള്ള് വെള്ളം ഒഴുകണായിരിക്കും. ഒരു ഇടത്തരം കാലാവസ്ഥ വന്നാൽ നല്ലതായിരിക്കും. ഇവിടെയുണ്ട് കുരിശ്. അവിടെയുണ്ട് കുരിശ്. അവിടെയുണ്ട് കുരിശ്. കുരിശോട് കുരിശ്. ഇത് കുരിശ്, കുരിശ്. ആണ്ട 2 കുരിശ്. നമ്മൾ മലയുടെ ടോപ്പിലെത്തി. ഇതല്ലേ പോടാ ഇത്. ഇവിടെ എന്നാ ഡാം കുറച്ചുകൂടെ സെറ്റായിട്ട് കാണാൻ പറ്റും. ആ ഡാം കണ്ടാ ഇവിടെ നിന്ന് കുറച്ചുകൂടെ അടുത്ത് കാണാം. അടിപൊളിയില്ലേ? കുറച്ചുകൂടെ വെയിൽ വന്നപ്പോൾ ഇവിടെ നന്നായിട്ട് കാണാം കേട്ടോ. ഗായ്സ് നമ്മളാണ്ട് ആ മലയിലും കൂടെ പോകണം. മഞ്ഞ് വീണ് ഒരു അമ്മാര് തളർന്നു ഗായ്സ്. അമ്മാരവിടെ ഇരിക്കുന്നു. അതുകൊണ്ട മടിയന്മാര്. സെറ്റ് വ്യൂ കേട്ടോ. എന്താ വൈബ് ഗായ്സ്. പുതിയ അറിവ്. കല്യാണത്തണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര്. തണ്ടെന്ന് വെച്ചാൽ മല, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. തണ്ട് മറ്റേ എഡ്ജ്. താഴ്ഭാഗത്തുള്ളവർ പറയുന്നത് തണ്ടേ പോവാന്ന് പറയുന്നത്. ഓ അതായിരിക്കും നമ്മളവിടെ എത്തിയപ്പോ മണ്ടേ പോവാ സെറ്റാണ് കേട്ടോ. അടുത്ത ഈ മല. ഇവിടെ വണ്ടിയൊക്കെ വരും. ഓഫ് റോഡ് കയറി നിങ്ങൾക്ക് മുകളിൽ വന്നാൽ ഇങ്ങനെ പൊളപ്പം കാഴ്ച കിട്ടും. പഴുത്താ മഞ്ഞ കളർ ഇരിക്കണം. അല്ലടാ അത് പഴുത്തല്ലേ ഇരിക്കണം മഞ്ഞ കളറില്. പഴുത്താണത്. നിന്നെയും ചോന്നുകൊണ്ട് ഇതെന്തോ നിന്നെയും ചോന്നുകൊണ്ട് ഇറങ്ങാൻ വയ്യ. പഴുത്തിട്ടില്ലടാ. മഞ്ഞ കളർ പഴുത്തേന് ഈ കളർ തന്നെയാടേ. കറുത്ത കളറാണ് പറഞ്ഞത്. ഒന്നുമില്ല, പ്രത്യേകിച്ചൊരു വികാരമൊന്നുമില്ല ഇനി. ഈത്തപ്പഴത്തിന്റെ മിനി വെർഷൻ എന്നൊക്കെ പറയുന്നു. ഈന്തപ്പഴം മീൻസ് ഡേറ്റ്സ്. കറക്കുമ്പോഴാണോ പഴുക്കുന്നത്? താണ്ട് ഇതിലാണ് നിൽക്കണ സാധനം. എന്തിന് എന്റെ പേരെന്തിന്? ചിത്തിണ്ടാ. ഓ കിട്ടി. ഒന്ന് പേടിച്ചു. എണ്ണ ചേരാൻ വന്ന ആരാന്ന് പേടിച്ചു. ഞാൻ വിളിച്ച് ബിബിമല്ലോട്ട് തോണ്ടി വന്നു. ഇതാണ് കൈ സാധനം. അമ്മ പുഴു. മേലോട്ട് ഇവിടെ ഒന്ന് കുപ്പി എടുത്താടാ. എടുത്താ മേലോട്ട് കയറാം. ബാ കേരവാടാ. ഗായ്സ് ഇവിടെ നിന്ന് കണ്ട ഓവറോൾ വ്യൂ ഇങ്ങനെയായിരിക്കും. കണ്ടാ ഇവിടെ ഫുള്ള് മലയാണ്. മലയോട് മല, മാമല. വയ്യാട്ടാ, വയ്യാണ്ടായി എല്ലാവർക്കും. തിരിച്ചിറങ്ങണ കാര്യം ആലോചിക്കുമ്പം മനസ്സിലൊരു ആന്തല.
നമ്മൾ ബേസിക്കലി ഇപ്പം 3ാമത്തെ മലയാണ്, ഇതും കൂടെ കൂട്ടി 3ാമത്തെ മലയാണ് കാരണം. മുമ്മല കയറി നമ്മള്. ഈ മലയോട് കൂടി നമ്മൾ നിർത്തി കേട്ടാ, ഇനി മല കയറുന്നില്ല വയ്യ. ഇവിടെ ഒരു വലിയ കുരിശ് ഗൈസ്, അതുകൊണ്ട് മേളില് അവനല്ല അതോ അത്. ഈ വീഡിയോ തന്നെ 30 മിനിറ്റ് കാണും മിക്കവാറും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഗൈസ്, എല്ലാം ഇങ്ങനെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഫസ്റ്റ് പറയാനുള്ളതായിരുന്നു. മുത്തപ്പോൾ പൊന്മല കയറ്റം. സുഭാഷ് കുരിശ് നോക്കുക, വലിയ കുരിശ്, നമ്മൾ കണ്ടതിൽ വെച്ച് വലിയൊരു കുരിശ്. അയ്യോ, ഓ പൊളി 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 പൊളി. കാറ്റുണ്ട് കേട്ടോ ഇവിടെ. അയ്യോ, ഈ മലയുടെ ടോപ്പ് എത്തിയിരിക്കുകയാണ് ഗായ്സ് നമ്മൾ. ആ അപ്പം ആ ഡാം കുറച്ചുകൂടെ നമുക്ക് സെറ്റായിട്ട് കാണാം ഗൈസ്. ആ മലയുടെ ടോപ്പ് എത്തി. അപ്പുറത്തോട്ട് മലയുണ്ട്, ഇവിടെ മല, ഫുൾ മല, ഈ മലയോട് മല, ചുറ്റപ്പെട്ട മല. ഡാം കണ്ട ഇവിടത്തെ കുറച്ചുകൂടെ നമുക്ക് സെറ്റായിട്ട് കാണാൻ പറ്റി. കുറച്ചുകൂടെ മുകളിൽ ടോപ്പ് വ്യൂ കിട്ടി. നമ്മളത് അവിടെ നിന്നപ്പോൾ, ആ സൈഡിൽ നിന്നപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള വ്യൂവാ കിട്ടി. ഈ മലയുടെ മണ്ടയ്ക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്ക് താഴോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, കണ്ട ഇവിടെ കുറച്ചുകൂടെ കാണാൻ പറ്റും കേട്ടോ, നല്ല സെറ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് അല്ലെ എന്തളി, അഞ്ചുരുളി അല്ലേ ബിബിനെ? ഇതാണ് അഞ്ചുരുളി. അഞ്ചുരുളി ആ നടുക്കുള്ള തുരുത്ത് കണ്ടില്ലേ കഴിച്ചാണ്ട് ഇത്. അതേപോലെ ഇവിടെ 5 തുരുത്തുകളുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അഞ്ചുരുളി എന്ന് പറയുന്നത്. അതെന്തളിയാ, റിസോർട്ടാണ്? ആ, അവർ താമസിക്കണത്, അച്ഛന്മാർ താമസിക്കണത് ഗായ്സ്. അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലം കണ്ട ഗായ്സ്, റിസോർട്ട് കണക്ക് നോക്ക്. അത് ഇതുകൊണ്ടാണ് ഇപ്പോൾ കട്ടിൽ കിടക്കണ കണ്ട, അച്ഛന്മാർ കട്ടിൽ കിടക്കണൊക്കെ സുഖമായിട്ട് കാണാൻ പറ്റും. കൊള്ളാം കേട്ടാ, സെറ്റ്. അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലം ഡാമിൻ്റെ സൈഡിൽ സെറ്റല്ലേ. നമ്മൾ ഏകദേശം 3 മല കയറി. ഇനി കയറാൻ വയ്യ, അതിനുള്ള സ്റ്റാമിന ഇല്ല. നമ്മൾ 6:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. എടാ എത്ര മണിക്കൂറാവും? 6:30, 8 മണിയായി. 8 മണി കഴിഞ്ഞു. 1.5 മണിക്കൂർ നടന്നു നമ്മൾ. വയ്യ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുക. ആ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത സീരീസിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതെ ഔട്ടറോ പറയണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ. പിടിച്ചാണ് സെറ്റ് വെച്ചാൽ സെറ്റ് കേറി. വിളിച്ച് പിടി 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 കലക്കി കലക്കി. ഓ സ്വർഗമല്ലേ. സൂപ്പർ തന്നെ. ഇനി തളർന്ന് ക്ഷീണിച്ചൊന്നും പറയില്ല.
പൊളിച്ചു. ക്ഷീണമൊന്നുമില്ല. തൊണ്ടയ്ക്ക് ഒരു സുഖം. ജീവൻ വീണ് പൊളിച്ചു. ഗൈസ് നിങ്ങൾ അപ്പം ഇവിടെ ആരെങ്കിലും എൻ്റെ വീട് കാണുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ കാണ്ട ഈ മാമൻ്റെ കടയിൽ നല്ല മോര് കിട്ടും. അടിപൊളി മോര്, സൂപ്പർ സാധനം. ചുമ്മാ തമാശ പറയണല്ല, അടിപൊളി മോര്. വരുന്നവർ കുടിക്കുക, കലക്കും. അത് നിങ്ങൾ കയറി പോകുമ്പോൾ കുടിക്കരുത്, തിരിച്ചിറങ്ങി വരുമ്പോൾ കുടിക്കുക. എങ്കിലേ ആ ഒരു ഫീൽ കിട്ടും. അല്ലേ എളിയ? എങ്കിലേ ഒരു ഫീൽ കിട്ടും. സൂപ്പർ. ആ ഇറങ്ങിയ വലിയടാ, വലി വലി.